ഇതേ കിടക്കണത് നിന്റെ സന്തതി. മോനെ വേണു, എഴുന്നേക്കടാ. പകല് കിടന്ന് ഉറങ്ങുന്നു. ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ആന്ധ്ര നീ അറിയുന്നേ? ശ്രീധര, മോനെ ശ്രീധര. എന്താ മാവ? പെണ്ണിനെ കണ്ടു. കൊള്ളാം മോനെ, എല്ലാം കൊണ്ടും നമുക്ക് ചേരുന്ന ബന്ധവാ. ഞാൻ വാക്ക് ഉറപ്പിച്ചിട്ട് പോയി. ഇനി വേണമെങ്കിൽ നീ ചെന്ന് ആ പെണ്ണിനൊന്ന് കണ്ടിട്ട് പോയി. വേണമെങ്കിലോ? അത് കൊള്ളാം. കല്യാണത്തിന് മുമ്പ് ശ്രീധരൻ പെണ്ണൊന്ന് കാണണ്ടേ? കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചാ പിന്നെ ഇവനെതിര് പറയൂ. എന്നാലും പോയി കണ്ടിട്ട് പോട്ടെ. അതല്ലേ നാട്ടു നടപ്പ്. നിനക്ക് പെണ്ണിനെ കാണണോടാ ശ്രീധര? അമ്മാവനും അമ്മായിക്കും നിർബന്ധമാണെങ്കിൽ? ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നാലും നിന്നെ അയച്ചേക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോര്. പിന്നെ എന്താ മറ്റേ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുന്നേ. അതിന്റെ ആവശ്യം? അവനൊന്ന് അറിഞ്ഞിരിക്കണ നല്ലതല്ലേ? പെണ്ണിന്റെ സൗന്ദര്യത്തിന് ആദ്യ വിരുന്ന് വരെ വിലയുള്ളടി. എന്നിട്ടും കാര്യം പറയുന്നില്ലല്ലോ. ഞാൻ പറയാം മോനെ, പെണ്ണിന്റെ നിറം നല്ല എണ്ണ കറുപ്പാണ്. പിന്നെ ഒരു ചെറിയ കൊങ്കണ്ണുണ്ട്. അല്ല, അതൊരു കണ്ണിനേ ഉള്ളു കേട്ടോ. മുൻവശത്തെ 2 പല്ല് പൊങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് പറിച്ചു കളഞ്ഞ് വേറെ വെക്കാവുന്നതേ ഉള്ളൂ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ ശ്രീധര? വിഷമം? പിന്നെ വിഷം കാണാതിരിക്കുവോ? നിനക്ക് വേണ്ടിയല്ല, ശ്രീധരന് വേണ്ടിയാണ് പെണ്ണിനെ കണ്ടത്. വിഷമം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ വാക്ക് കൊടുത്തിട്ടാ പോന്നത്. ബന്ധം നന്ന്, ഭാവിയിൽ ഗുണം ചെയ്യും. പെണ്ണിനെ നാളെ തന്നെ ഒന്ന് ചെന്ന് കണ്ടിട്ട് പോര്. ചെല്ല്. ഏറ്റോടി ഇവൻ പറഞ്ഞോരെ? ഏറ്റെന്നാ തോന്നുന്നത്. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ അച്ഛനെ പോലെ ഇത്ര കൊള്ളരാത്ത മനുഷ്യൻ ഈ ലോകത്തിലില്ല. ശത്രുവിനേക്കാൾ ഭയങ്കരനല്ലേ? അമ്മേനെ കൂട്ടും നിൽക്കും. ആര് കൂട്ടുന്നാലും ഇങ്ങനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് തുറന്നു പറഞ്ഞൂടെ? എങ്ങനെ പറയും? വാക്കുറപ്പിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. വാക്കുറപ്പിച്ചെങ്കിലേ അച്ഛൻ തന്നെ കെട്ടിക്കോളാൻ പറ. നടക്കുന്ന കാര്യം വല്ലതും പറയൂ വേണു. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഒരു മാർഗം പറഞ്ഞു തരൂ. ശരി, ഞാൻ പറയുന്നോളൂ ചെയ്യാവോ? പ്രയോജനമുള്ളതാണെങ്കിൽ ചെയ്യാം. പെണ്ണിന്റെ അച്ഛന് ഒരു കത്തെഴുതണം. ഞാൻ അവിടെ ചെന്ന് പെണ്ണിനെ കാണാൻ പറഞ്ഞിരിക്കല്ലേ. പോകുമ്പോ കത്ത് കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ കൂടെ വരാം. പെണ്ണിന്റെ അച്ഛന്റെ കത്ത് കൊടുത്ത് വടി പോലെ ഇങ്ങ് പോരണം. കത്തെന്താ? നീ കള്ളാതെടുക്ക്, ഞാൻ പറഞ്ഞ എടുക്ക്. പറ. ഡിയർ സർ, എന്റെ അമ്മാവൻ ഒരു വിവരദോഷിയാണ്. അത് വേണ്ട വേണു. നിങ്ങൾ അച്ഛനും മകനും തമ്മിലുള്ള മത്സരത്തിന്റെ എന്നെ പിടിച്ചിരുന്നെന്തിനാ? എങ്കിൽ പോട്ടെ, എഴുതിക്കോ. എന്റെ അമ്മാവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പെണ്ണ് കാണാൻ വന്നുവെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങയുടെ മകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്റെ അമ്മാവനെ ഒന്നറിയിക്കണം. ഒരു MSc-കാരനായ എന്റെ ശരീരം ഒരു മുഴം കയറിൽ കിടന്ന് ആടുന്നത് കാണാതിരിക്കണമെങ്കിൽ നീ എഴുതരാ ശ്രീധരാ. അങ്ങിങ്ങനെ സഹായം ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് വിനീത വിധേയൻ R. ശ്രീധരൻ MSc. MSc വെക്കണോ? ഇരിക്കട്ടടാ, ഒരു റിട്ടയർഡ് മാസ്റ്റർ അല്ലേ? അത് കണ്ടിട്ടെങ്കിലും ഏതൊന്നും വരും. അത് ശരിയാ. ഇതാണ് അച്ഛനും അമ്മയും കൂടെ നിനക്ക് കണ്ടുവച്ചിരിക്കുന്ന ചരക്ക്. പാപ്പാ, അപ്പൊ സാറിന്റെ കയ്യിൽ എഴുത്തു കൊടുക്കണ്ടേ? അത് ഞാനങ്ങ് മറന്നു. വാ. വരണം വരണം. നമസ്കാരം. ഞങ്ങൾ കുറെ നേരമായി പ്രതീക്ഷിക്കാണ്. ഇരിക്കൂ. യാത്രയൊക്കെ സുഖമായിരുന്നു? പ്രത്യേകിച്ച് സുഖമൊന്നുമില്ലായിരുന്നു. ഗോമതി, അവര് വന്നു. കോള വിളിക്കേ. ശ്രീധരന് അമ്മയെ കണ്ട് ഓർമ്മയില്ല അല്ലേ? ഇല്ല. അവർ രണ്ടുപേരും ഇവൻ കൊച്ചായിരുന്നപ്പോഴേ മരിച്ചു. ഇനി അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുണ്ടല്ലോ. ശ്രീധര, അമ്മാവനും അമ്മായിയും വന്ന് മോളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാ പോയത്. എന്നാലും ഞാൻ നിർബന്ധമായി പറഞ്ഞു ശ്രീധരൻ വന്ന് മോളെ കണ്ട് ഉറപ്പിച്ചാ മതിയെന്ന്. അതല്ലേ അതിന്റെ മോറ. പിന്നെ
ഇത് സാറിനുള്ളൊരു കത്ത. അമ്മാവൻ തന്നയച്ചതായിരിക്കും അല്ലേ? ഇതാണ് എന്റെ മോള് രാധിക. മോളെ, ഇതാണ് ശ്രീധരൻ. വായിക്കുന്നതിന് കത്ത് തിരിച്ചു വാങ്ങിക്കാം. ക്ഷമിക്കണം സാർ, ഈ കത്ത് സാറിനുള്ളതല്ല. പെണ്ണ് കാണാൻ വന്ന വെപ്രാളത്തിന് ഇവൻ ആള് മാറി തന്നുപോയതാ. അമ്മായി പെണ്ണിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പോയി. നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചതല്ലേ മോനെ? പക്ഷെ പൊളിഞ്ഞുപോയി. പക്ഷേ ശ്രീധരന്റെ സ്ഥാനത്ത് നിന്റെ മോനായിരുന്നെങ്കിൽ എന്തു നടക്കുമായിരുന്നു? ഞാനേ ആ വേലക്കാരി കെട്ടിക്കൊണ്ട് പോരുമായിരുന്നു. ഒന്നുമില്ലാത്തവളായോണ്ട് അവളുടെ ആഭരണം വിറ്റുന്നെന്ന് അച്ഛൻ പരാതി പറയില്ലല്ലോ. നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു തലതിരിവേ തോന്നുന്നുള്ളൂ അല്ലേടാ? എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടമായ നിലയ്ക്ക് കല്യാണം ഇനി താമസിപ്പിക്കണ്ട, ഉടനെ അങ്ങ് നടത്തണം. ഉടനെ മുഹൂർത്തം നിശ്ചയിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നടത്താം. ആ താലി കിട്ടുന്ന ജോലിയെങ്കിലും ശ്രീധരന് വിട്ടുകൊടുത്താൽ കൊള്ളാം. മോനെ, തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്യാണക്കുറി അച്ചടിപ്പിക്കാൻ കൊടുത്തേക്കും. അമ്മേ, ദാ പ്രസാദം. അമ്മ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എന്റെ മോനെ, നിന്നെ ഇങ്ങനെയൊന്ന് കാണാൻ അമ്മ എത്ര കാലമായി കൊതിക്കുന്നു. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചല്ലേ? അതൊക്കെ മറന്നേക്ക്. അമ്മ ഇനി ഒരു വരവരച്ചേ, അതിനപ്പുറം ഞാൻ ഇനി കിടക്കില്ല. പോടാ, വരെയൊന്നും വരയ്ക്കുന്നില്ല. നീ കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി എനിക്ക്. ചേട്ടാ, പ്രസാദം. വേണ്ട അനു, രാധികയുടെ വിവാഹം നിശ്ചയിച്ചു. അതിന് ഗോവിന്ദപിള്ള ഇവിടെ വന്നില്ലല്ലോ. വന്നു, പയ്യനെ കണ്ടു, വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവനല്ല വരൻ. ചേട്ടാ, ഗോവിന്ദപിള്ളയുടെ മകൾ രാധികയെ അറക്കൽ ശങ്കരൻ നായരുടെ അനന്തരവൻ ശ്രീധരൻ 7-ാം തീയതി കാലത്ത് 9 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതിനുള്ള ക്ഷണക്കത്തായത്. നീ ഇത് കണ്ടോ? കേട്ടു. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടാ. ഉണ്ടാവണമെന്നില്ല. മകളെ വളർത്തിയ അച്ഛൻ അന്വേഷിച്ചിരിക്കും. അന്വേഷിക്കണമല്ലോ. മഴ നിന്നാലും മരം പെയ്യുമെന്നൊരു ചൊല്ലില്ലേ? സംഭവിച്ചത് അതാവും. ചേട്ടാ, ചേട്ടൻ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. 7-ാം തീയതി അതേ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മോന്റെയും കല്യാണം നടത്തണം. വേണ്ട, ഇനി എനിക്ക് വേണ്ടി ആരും പെണ്ണ് കാണണ്ട. ഈ ജീവിതത്തിൽ എനിക്കിനി വിവാഹമില്ല. മോനെ, ആഗ്രഹിച്ചു, കിട്ടിയില്ല. ഇനി വേണ്ട. മിടുക്കൻ, മിടുക്കൻ. എവിടെ വെച്ചാടാ അവിടെ കല്യാണം? എനിക്കറിയില്ല ആശാനെ. അറിയില്ലേ? പറയടാ. അമ്പലത്തിൽ വെച്ചാണേ. കേരള വണ്ടിയില്ലേ?
എങ്ങോട്ട് പോകുന്നു? അവിടെ കല്യാണത്തിന്. അത് കലക്കണോ ആശാനെ? ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാല് വെച്ച് കയറിക്കൊള്ളു. ഇനി നിങ്ങൾ സന്തോഷമായി ഇവിടെ ഒരു കുടുംബജീവിതം ആരംഭിക്കൂ. വലിയ വീടും രണ്ടാളുമായതുകൊണ്ട് ആദ്യമൊക്കെ അല്പം വിഷമം തോന്നും. എന്ത് വിഷമം? പരസ്പരം മനസ്സിലിണങ്ങി കല്യാണം കഴിക്കുന്ന പുതിയ തലമുറയ്ക്ക് അവര് മാത്രമുള്ള വീടാണ് ഇഷ്ടം, അല്ലേ ശങ്കരനായര്? ഈ കിഴവികൾക്ക് ഇത് വല്ലതും അറിയാവോ പോയിന്ന പിള്ളേ? അതുകൊണ്ട് ഇനിയുള്ള ചടങ്ങുകൾ ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഏതായാലും പാല് കാച്ചി കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. മോളെ